എന്തോ ക്യൂട്ടായിട്ടുണ്ട്. വിഷമിക്കണ്ട കേട്ടാ, ഞാൻ നോക്കിക്കോളാം. 3 കുട്ടികൾ കേട്ടാ. ഓ, സമാധാനമായിട്ട് കിടന്നോ. ഇവിടെ ഒരുത്തരം വരില്ല. നിങ്ങൾ ഇസെറ്റ് കാറ്റഗറി പ്രൊട്ടക്ഷനാണ്. ഒന്നും വിട്ട്. ഓക്കെ, ഒന്നും വിഷമിക്കണ്ട കേട്ടാ. കയറി വരുന്നത് പാവം. പുറത്തുകൂടെ കയറുന്നുണ്ട് കള്ളൻ. നീ സമാധാനമായിട്ട് കിടന്നു കേട്ടാ. ഞാൻ വരാൻ എടുക്കട്ടാ. മഴ മാറിയപ്പോൾ സുന്ദരി 3 കുഞ്ഞുങ്ങളുമായി വീണ്ടും വീടിൻ്റെ പുറകുവശത്തേക്ക് മാറി. അവിടെ സുന്ദരിയും കുഞ്ഞുങ്ങളും സുഖമായി താമസിച്ചു. ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം സുന്ദരി വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരുമായിരുന്നു. അല്ലാത്ത സമയം മുഴുവൻ സമയവും സുന്ദരി കുട്ടികളുടെ കൂടെ നിന്നു. സുന്ദരിയുടെ കുഞ്ഞുങ്ങൾ വലുതായി. അവർ ഫുൾ ടൈം കളിയിൽ മുഴുകിയിരുന്നു. 3 പേരും നല്ല സുന്ദരന്മാരായിരുന്നു. കുഞ്ഞുങ്ങളും ഒരുമിച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചും ഭക്ഷണം കഴിച്ചും വളരെ നല്ല രീതിയിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ സുന്ദരിയുടെ ശക്തമായ കരച്ചിൽ കേട്ടാണ് ഒരു ശനിയാഴ്ച ഞാൻ എഴുന്നേറ്റത്. സുന്ദരിയുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല. സുന്ദരി അതീവ ദുഃഖിതയായിരുന്നു. സുന്ദരി തീരെ ഭക്ഷണം കഴിക്കാതെയായി. കുട്ടികളെ അവിടെയും ഇവിടെയും തിരഞ്ഞ് സുന്ദരി നിരാശയായി കിടന്നു. എന്തു സംഭവിച്ചാലും സുന്ദരിയുടെ കുട്ടികളെ വീണ്ടെടുക്കുമെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. അടുത്ത ദിവസം വൈകുന്നേരം സുന്ദരിയുടെ ദുഃഖത്തെപ്പറ്റി ആലോചിച്ച് ഞാൻ കാർ ഓടിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ പെട്ടെന്ന് ഒരു വാല് കണ്ട പോലെ എനിക്ക് തോന്നി. അത് സുന്ദരിയുടെ ഒരു കുട്ടിയുടെ വാലാണോ എന്നെനിക്ക് സംശയം തോന്നി. ഞാൻ ചാടി പുറത്തിറങ്ങി ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി കഴിഞ്ഞ ദിവസം മുതൽ കാണാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിടിക്കാൻ പറ്റുന്നില്ല. സുന്ദരിയുടെ കുഞ്ഞ് വീടിൻ്റെ മൂലയിലേക്ക് ഓടിപ്പോയി ഒളിച്ചു. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞേൽപ്പിച്ചു, എപ്പോഴെങ്കിലും കൊച്ചിനെ പിടികിട്ടിയാൽ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണമെന്ന്. അന്ന് രാത്രി 10 മണിക്ക് അവർ വിളിച്ചു, പൂച്ചക്കുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ രാത്രി തന്നെ പെരിച്ചാഴിയെ പിടിക്കുന്ന പെട്ടിയെടുത്ത് ഓടിപ്പോയി പൂച്ചക്കുട്ടിയെ അതിലാക്കി തിരിച്ചു പോന്നു. പൂച്ചക്കുട്ടിയെ ഞാനൊരു പെരിച്ചാഴിക്കെണിയിൽ ഇട്ടാണ് കൊണ്ടുവന്ന ഉടനെ അച്ഛൻ പൂച്ച ഓടി വന്ന് നോക്കി. സ്വന്തം പൂച്ചയാണെന്ന് ഉറപ്പിച്ചു. അതിനുശേഷം ഞാൻ പൂച്ചക്കുട്ടിയെ തുറന്നു വിട്ടു. പക്ഷേ കഷ്ടകാലത്തിന്
അമ്മ പൂച്ച ആ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്തോ ആവശ്യത്തിന്. വീട്ടുകാർ വീടും പൂട്ടി പുറത്തും പോയിരുന്നു. സുന്ദരി വീടിന് മുകളിലും സുന്ദരിയുടെ മകൾ വീടിന് താഴെയും പെട്ടുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ സുന്ദരിയുടെ മകൾ കുറേ നേരം താഴെ നിന്നു. വീട്ടുകാർ തിരിച്ചെത്തിയപ്പോൾ മുകളിലത്തെ വാതിൽ തുറന്ന് സുന്ദരി താഴെ എത്തി. സുന്ദരിയുടെ സന്തോഷം അവർണ്ണനീയമായിരുന്നു. നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ മകളെ തിരിച്ചു കിട്ടി. സുന്ദരിയും മകളും ആലിംഗനം ചെയ്തും ഉമ്മ വെച്ചും അവരുടെ സന്തോഷം പങ്കുവച്ചു. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു നിമിഷമായിരുന്നു സുന്ദരിയുടെ ഒരു മകളെ തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത്. സുന്ദരിയും മകളും പൂർണ്ണ സന്തോഷവാന്മാരായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം സുന്ദരി മകളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. ഈ മകൾക്ക് ഞങ്ങൾ നാരായണി എന്ന് പേരിട്ടു. സുന്ദരിയുടെ മകൾ നാരായണി. നഷ്ടപ്പെട്ടു പോയ 3 പൂച്ചക്കുട്ടികളിൽ ഒന്നിനെ മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ ആ ഒരു കുട്ടിയെ തിരിച്ചു കിട്ടിയത് സുന്ദരിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടാക്കി. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ സുന്ദരിയും ഭർത്താവും പഴയതുപോലെ സന്തോഷവാന്മാരായി.